മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ദീനസേവന സഭയുടെ വൈസ് ജനറാളും ഈ സഭയുടെ സ്ഥാപകയായ മദർ പേത്രയുടെ നാമകരണ നടപടികളുടെ കണ്ണൂർ രൂപതാതല പോസ്റ്റേറ്ററുമായ സിസ്റ്റർ വന്ദനയാണ്. സിസ്റ്റർ വന്ദന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടശ്ശേരി തടത്തിൽ ഉലഹന്നാൻ അന്നക്കുട്ടി ദമ്പതികളുടെ 9 മക്കളിൽ മൂത്ത മകളായ സിസ്റ്റർ വന്ദന DSS തലശ്ശേരി രൂപതയിലെ കരിക്കോട്ടക്കരി സെയിന്റ് തോമസ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും യടൂർ സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് SSLC പഠനവും വിജയകരമായി പൂർത്തിയാക്കി. തുടർന്ന് ഹിന്ദി വിദ്വാൻ പഠനത്തിനു ശേഷം സ്വന്തം ഇടവകയിലെ സ്കൂളിൽ അധ്യാപന ജോലി ലഭിച്ചെങ്കിലും അത് സ്വീകരിക്കാതെ കുഞ്ഞുനാളിൽ തന്നെ ഒരു സന്യാസ മിഷണറിയാകണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിച്ച സിസ്റ്റർ വന്ദന സന്യാസ ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടെ ദീനദാസി മദർ പേത്ര സ്ഥാപിച്ച ദീനസേവന സഭയിൽ ചേർന്നു. സാധുജന സേവനത്തിനായി ജീവിതമർപ്പിച്ച സിസ്റ്ററിന്റെ ദൈവാനുഭവങ്ങളിലൂടെ നമുക്ക് വീണ്ടും കടന്നുപോകാം. ദീനസേവന സഭയിൽ ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ കൂടാതെ സേവനം ഒരു വ്രതമായി സ്വീകരിച്ച് നിത്യവ്രത വാഗ്ദാനത്തിലൂടെ പൂർണ്ണ സഭാംഗമായി തീർന്ന സിസ്റ്റർ വന്ദന പിന്നീട് സിസ്റ്റേഴ്സിന്റെ പരിശീലകയായും കേരളത്തിനകത്തും പുറത്തുമുള്ള സാധുക്കൾക്കായുള്ള ഭവനങ്ങളുടെ മേൽനോട്ടക്കാരിയായും നിയമിതയായി. സഭാധികാരികളുടെ നിർദ്ദേശാനുസരണം ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള പരിശീലനം പൂർത്തിയാക്കി. കാരക്കുണ്ടിലുള്ള ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിന്റെ ചുമതലയേറ്റെടുത്തു. സിസ്റ്റർ വന്ദനയുടെ കഠിനാധ്വാനത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയും ഫലമായി ഹയർ സെക്കൻഡറി തലം വരെ ഈ സ്കൂൾ ഉയർത്തപ്പെട്ടു. സമൂഹമധ്യത്തിൽ നിന്നും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടും സ്വയം മാറി നിന്നും കഴിഞ്ഞിരുന്ന കുരുന്നു ജീവിതങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ സ്കൂൾ കാരണമാകുന്നു. ദീനാവസ്ഥയിൽ കഴിയുന്നവരോടുള്ള മദർ പേത്രയുടെ സ്നേഹചൈതന്യം ഇവരിലൂടെ നമുക്ക് ദർശിക്കാം. ഇവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിലൂടെ അക്ഷരാഭ്യാസം മാത്രമല്ല, പരസ്പര സ്നേഹവും സഹകരണവും ഇവരിൽ വളർത്തുന്നതിലും ഇവർ ബദ്ധശ്രദ്ധരാകുന്നു. വിശാലമായ സ്കൂൾ ഗ്രൗണ്ട് നിർമ്മിച്ചു നൽകിയതിലൂടെ വ്യക്തിത്വ വികാസത്തിനുതകുന്ന കളികളിലേർപ്പെടാനും ഇവർക്ക് അവസരമൊരുക്കി. സിസ്റ്ററിന്റെ സാമീപ്യവും അമ്മയെപ്പോലുള്ള പരിചരണവും വഴി ഇവരെയും ദൈവത്തിന്റെ ഓമനകളാക്കി മാറ്റാൻ കഴിയുന്നുവെന്ന യാഥാർത്ഥ്യം സന്യാസ ദൈവവിളികളുടെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആലംബഹീനരിൽ യേശുവിന്റെ പ്രതിരൂപം കാണാൻ കഴിയുന്നവർക്കാണ് നിസ്വാർത്ഥമായ കാരുണ്യപ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. സന്യാസ ദൈവവിളിയുടെ ധന്യത പൂർണ്ണമാകുന്നതും ക്രിസ്തുവിനെ പ്രതി സാധുജന സേവനം കാഴ്ചവെക്കുമ്പോഴാണ്. സ്കൂളിലെ സ്റ്റാഫംഗങ്ങളുമായി കൂടിയാലോചിച്ച് സ്കൂളിന്റെ സമഗ്ര വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനും സിസ്റ്ററിന് കഴിയുന്നു. കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് കാരണമാകുകയുള്ളൂവെന്ന് സിസ്റ്ററിന്റെ ജീവിതം നമുക്ക് തെളിയിച്ചു തരികയാണ്. ഞാൻ ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹൈസ്കൂൾ അധ്യാപകനാണ്. 12 വർഷമായി ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വികലാംഗർക്കുമായി വന്ദനാ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ DSS സന്യാസഭകം ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികളുടെ സമഗ്ര വികാസത്തിനായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹൈസ്കൂൾ. ഈ സ്കൂളിനെ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ആക്കുന്നതിന് വന്ദനാ സിസ്റ്ററിൻ്റെ
കഠിനാധ്വാനം നേരിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരിലേറെയും സാമ്പത്തിക ശേഷി കുറഞ്ഞവരോ അനാഥരോ ആണ്. അവരെ സിസ്റ്ററിൻ്റെ മേൽനോട്ടത്തിൽ പഠിപ്പിക്കുകയും ഇവിടെ ജോലി നൽകി സഹായിക്കുകയും അനാഥർക്ക് വീടുകൾ വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും അനുകരണീയവും മാതൃകാപരവുമാണ്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ സമൃദ്ധി നൽകും എന്ന വചനം സിസ്റ്ററുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നാണ് സിസ്റ്റർ പറയുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ കയറി കഴിഞ്ഞിട്ട് അപ്പം 94 ഞാൻ ഒരു കൗൺസിലറായിട്ട് ജനറൽ കൗൺസിലറായിട്ടാണ് വരുന്നത്. 95 ചാപ്റ്റർ നടന്നപ്പോൾ അന്ന് ഞാനൊരു വൈസ് ജനറൽ തന്നെയായിരുന്നു. ആ ഒരു 6 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഒരു വർഷം മുൻപാണ് ഞങ്ങളുടെ അന്നത്തെ ജനറൽ അറ്റാക്ക് മൂലം വേർപെടുന്നത്. അത് കഴിഞ്ഞിട്ട് സഭയുടെ അഡ്മിനിസ്ട്രേഷൻ അഭിയുന്ന പിതാവ് എൻ്റെ തലയിൽ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചാപ്റ്റർ നടത്തി. പിന്നെ ചാപ്റ്റർ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ജനറലിൻ്റെ സമയത്ത് ഞങ്ങൾ സഭയെ 3 റീജിയനായിട്ട് ഞങ്ങൾ തിരിച്ചായിരുന്നു. എങ്ങനെ ഈ അഡ്മിനിസ്ട്രേഷൻ സുഗമമാകാൻ വേണ്ടിയിട്ടാണ് റീജിയനായിട്ട് തിരിച്ചത്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പോലെ റീജിയനായിട്ട് ആദ്യം തുടങ്ങുക, എന്നിട്ട് പ്രോവിൻസ് ആക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പം അന്നത്തെ കേരളത്തിൻ്റെ റീജിയണൽ സുപ്പീരിയറാണ് പിന്നെ സുപ്പീരിയർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ രണ്ടാമത്തെ, ഞാനും വൈസ് ജനറലായിട്ട് രണ്ടാമത് വരുന്നത്. അപ്പോൾ സുപ്പീരിയർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ സ്ഥാനത്തേക്ക് റീജിയനിലേക്ക് പോകാൻ ആളില്ലാതായി. അപ്പോൾ അവരുടെ ആദ്യത്തെ റിക്വസ്റ്റ് എന്നോടാണ്, അവർ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റീജിയനിലേക്ക് പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും നാളും ഞാനിങ്ങനെ 94 തുടങ്ങി മേജർ സുപ്പീരിയർഷിപ്പിൽ ഇരിക്കുകയല്ലേ, സുപ്പീരിയർ കൗൺസിലറായിട്ട് ഇരിക്കുവാണല്ലോ, അപ്പോൾ എനിക്ക് ഫ്രീ തരേണ്ടത് ഇല്ല, നീ 3 വർഷം കൊണ്ട് റീജിയണൽ സുപ്പീരിയർ ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് പള്ളിക്കൂടത്തിൻ്റെ കാര്യം നോക്കണമല്ലോ, സ്കൂളിൻ്റെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ നീ ഒന്ന് മദറിൻ്റെ അടുത്ത് പോയി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉച്ചവരെ ഹാഫ് ഡേ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ കൗൺസിൽ കൂടട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ ഏറ്റെടുക്കും, ഞാൻ ഫ്രീ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ എങ്ങനെ ഏറ്റെടുക്കും, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വരം കേൾക്കുകയാണ് മദർ പേത്രയുടെ കല്ലറയിൽ നിന്ന് ഇവിടുന്ന് ദൈവത്തിൻ്റെ സ്വരമാണോ, സുപ്പീരിയേഴ്സിനെ അനുസരിക്കുക എന്നുള്ള, ഒന്നും ചോദിച്ചു പോകണ്ട, സുപ്പീരിയേഴ്സിനെ അനുസരിക്കുക. അപ്പം ഞാനിവർ കൗൺസിൽ കൂടുന്ന റൂമിലായിരുന്നു, ഗസ്റ്റ് റൂമിൻ്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാന്നാ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കേട്ടാൽ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അപ്പോയിൻ്റ് ചെയ്യുവാണ് റീജിയണൽ സുപ്പീരിയറായിട്ട്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് പിന്നെ റീജിയണൽ ചാപ്റ്റർ വരുന്നുണ്ട്. ആ ചാപ്റ്ററിൽ എന്നെ ഇലക്ട് ചെയ്തു അവർ വീണ്ടും. അപ്പോൾ 6 വർഷം ഞാൻ റീജിയണൽ സുപ്പീരിയറായിട്ട് ഈ അഡ്മിനിസ്ട്രേഷനിൽ സഹകരിച്ചു. അവിടെയും എനിക്ക് നന്നായിട്ടൊക്കെ, ഇടയ്ക്ക് ചില സംഗതികളൊക്കെ പ്രോബ്ലമാറ്റിക്, എവിടെയും പ്രോബ്ലംസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊഴിച്ചാൽ എനിക്ക് എല്ലാം നല്ല സഹകരിക്കുന്ന സിസ്റ്റേഴ്സിനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒത്തിരി അങ്ങ് വലിയ പ്രോബ്ലം ഉള്ളവരെ ഒന്നും ഓരോ ഹൗസുകളിലൊന്നും കാണാനുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പം പ്രോവിൻസ് തിരിഞ്ഞു. പ്രൊവിൻഷ്യൽ ചാപ്റ്ററാണ് വരുന്നത്. ആ പ്രൊവിൻഷ്യൽ ചാപ്റ്റർ വന്നു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ 13 ഇയേഴ്സായി. ആ 13 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ മാറണം, എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും സഹതാപമാണ്, 13 വർഷമായി, ഇനി ഒരു റെസ്റ്റാണ് കൊടുക്കേണ്ടത്, ഒരു കൗൺസിലർ പോലും ആക്കാൻ പറ്റൂല സിസ്റ്ററിനെ, അതുകൊണ്ട് റെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തോ പറയുക, ഊട്ടി വളർത്തിയെന്നോ വെച്ച് നട്ടു നനച്ച് വളർത്തിയെന്നോ ഒക്കെ വിചാരിക്കുന്ന ആ സ്കൂളിലേക്കാണ് എന്നെ വിടുന്നത്. പിള്ളേരെ വലിയ താല്പര്യമാണല്ലോ, അവിടെ ആവുമ്പോൾ സിസ്റ്ററിന് സന്തോഷമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്നെ അങ്ങോട്ടേക്ക് കാരക്കുണ്ടിലേക്ക് ട്രാൻസ്ഫർ തന്നു. അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് സുപ്പീരിയർ ജനറൽ, കഴിഞ്ഞ ഇതിൽ സുപ്പീരിയർ ജനറൽ വിളിക്കുന്നു.
പട്ടുവത്ത് വരണം എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച ഒരു സുപ്പീരിയറിൻ്റെ ആദ്യമായിട്ട് വിളിക്കുന്നത് അവനെ. എന്തിനായിരിക്കും വിളിക്കുന്നത്, കാര്യം ഇവിടെ വരുമ്പം പറയാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നോ പറഞ്ഞെങ്കിലെന്ന് ഓർത്തുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, മതപേത്രയുടെ കാനനൈസേഷൻ പ്രോസസ്സ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, അതിന് പോസ്റ്റ്ലേറ്ററായിട്ട് സിസ്റ്ററിനെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ പഠനമൊക്കെ കഴിയണം, അല്ലാതെ ചുമ്മാ ഒന്നും എനിക്കറിയത്തില്ല, സ്കൂളിൽ പോകാതെ പഠിപ്പിക്കാൻ കയറുന്ന പോലെ അതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവർ സമ്മതിച്ചില്ല. ഞങ്ങളെല്ലാവരും പുറകിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പുറകിലുണ്ടേ പിന്നെ എനിക്കെന്നാ, ഞാൻ എന്നാൽ പിന്നെ നമുക്ക് പിതാവിൻ്റെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ചക്കാലയ്ക്ക് പിതാവാണ്, വർഗീസ് ചക്കാലയ്ക്ക്, ഇപ്പോഴത്തെ കോഴിക്കോട് ഒരു പിതാവ്. അപ്പം അവിടെ ചെന്ന് പിതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരുന്നു, സിസ്റ്ററിൻ്റെ റിക്വസ്റ്റ്, പിന്നെ ഇതിനുള്ള പണികൾ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. 2 വർഷം ഇതിൻ്റെ പണികൾ, സംഗതികളെല്ലാം സ്വരുക്കൂട്ടുക, അതിന് മദറിൻ്റെ റൈറ്റിങ്സ്, അതുപോലെ തന്നെ മദറിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം, അതിനുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ ശേഖരിക്കുക. പിന്നെ ഒരു ചെറിയൊരു റൈറ്റപ്പ് എഴുതാനുണ്ടായിരുന്നു, അത് ചെയ്യുക. അത് എഴുതിയിട്ട് റൂമിന് അയച്ചു കൊടുക്കുക, എന്നാലേ പെർമിഷൻ കിട്ടുള്ളൂ. ഒരു ദൈവദാസിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും സ്റ്റാറ്റ് കിട്ടണമെങ്കിൽ അത് കിട്ടണം, അംഗീകരിച്ച് കിട്ടണം. അപ്പോൾ ആ പണികളൊക്കെ ചെയ്ത് 2 വർഷം. അത് കഴിഞ്ഞിട്ട് ആണ് 2009 ജൂൺ 14 മദറിനെ ദൈവദാസിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാതർ പേത്രായുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കോൺഗ്രിഗേഷനിലെ അംഗങ്ങളെയും കണ്ടെത്തിപ്പിടിച്ച് മാതർ പേത്രായുടെ ജീവിതശൈലിയും പുണ്യപ്രവൃത്തിയും വിലയിരുത്തുന്ന രീതിയിൽ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ള പോസ്റ്റ്ലേറ്റിൻ്റെ കടമ. അങ്ങനെ മദർ പേത്രായുടെ ജീവിത ശൈലി മനസ്സിലാക്കിയ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അടുത്ത് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം മദർ പേത്രായുടെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ മദർ പേത്രായ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ആധ്യാത്മിക ഗുരുക്കന്മാർ, അതുപോലെ മദർ പേത്ര സ്ഥാപിച്ച സഭയിലുള്ള ആദ്യകാല അംഗങ്ങൾ, പിന്നീട് മദർ പേത്രയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തികൾ, അവരെയൊക്കെ കമ്മീഷന് മുൻപിൽ കൊണ്ടുവന്ന് അവരനുഭവിച്ച മദർ പേത്രയെ ഞങ്ങൾ കമ്മീഷൻ പറഞ്ഞു തരികയായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നതിൽ സിസ്റ്റർ വന്ദന പോസ്റ്റ്ലേറ്റർ കാണിച്ച തീക്ഷ്ണത വളരെ വലുതായിരുന്നു. ഞങ്ങളെ ജർമ്മനിയിൽ കൊണ്ടുപോകുമ്പോഴും സിസ്റ്ററിന് ഒരേ ഒരു മനോഭാവം മാത്രം, ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നാമകരണ ചടങ്ങ് വളരെ നന്നായിട്ട് തീക്ഷ്ണതയോടുകൂടി തന്നെ നിർവഹിക്കപ്പെടണം. സമയം മറ്റൊന്നിനും ചെലവഴിക്കാതെ അംഗങ്ങളെ സാക്ഷി വിസ്താരത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള താല്പര്യം. കൂടാതെ മദർ പേത്ര ജീവിച്ചിരുന്ന ആദ്യത്തെ സന്യാസ ഭവനത്തിൽ പോയി മദറിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് അനുഭവിക്കുന്നതിനും അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിലും കേൾക്കുന്നതിലും സിസ്റ്റർ വന്ദന ദ പോസ്റ്റ്ലേറ്റർ കാണിച്ച ശുഷ്കാന്തി വളരെ വലുതായിരുന്നു. ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി രാത്രിയും പകലും ഉറക്കമൊളിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അംഗങ്ങളെ അതുപോലെ തന്നെ മറ്റ് വ്യക്തികളെ സംഘടിപ്പിക്കുന്നതിൽ സിസ്റ്ററിൻ്റെ കഴിവും അതുപോലെ സമയവും വിലയേറിയ സമയവും ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ്ലേറ്റർ എന്ന നിലയിൽ സുത്യർഹമായ സേവനമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സിസ്റ്റർ ചെയ്യുന്നത്. മദറിൻ്റെ ഈ ജീവിതാനുഭവങ്ങളാണോ സിസ്റ്ററിനെ മദറിനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്? പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് പിന്നെ ഈ ജീവിതാനുഭവങ്ങളുണ്ട്. കൂടാതെ മദർ പേത്രായുടെ സെർവൻ്റ് ഓഫ് ഗോഡ് ആയി കഴിയുമ്പോൾ പോസ്റ്റ്ലേറ്റർ എന്ന നിലയിലൊരു പുസ്തകം എഴുതണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതുകൊണ്ട് പിതാവ് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ പുസ്തകം എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് വളരെ, എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ മുന്നുന്ന പാത്രം പോലും കഴുകാനായിട്ട് അവരെന്നെ തട്ടി മാറ്റും. കാരണം സിസ്റ്റർ രാവും പകലും ഇരുന്നിട്ട് എഴുതുമല്ലേ, ഈ പാത്രം ഞങ്ങൾക്ക് എപ്പോൾ വേണേലും എഴുതത്തില്ലേ, അതുപോലെ ഒരു ജോലി. എൻ്റെ ഡ്രസ്സ് അലക്കി തേച്ച് തരുമായിരുന്നു. ഞാൻ സുപ്പീരിയറിനെ
അജാമയെന്നൊന്ന് വിളിക്കും ഫോണിൽ, അപ്പോൾ ഉടനെ 2 ജൂനിയേഴ്സ് വന്നു കഴിയും. അവരതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു കൂൾനെസ്, എനിക്കൊരു ബേർഡൻ തന്നില്ല. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ആണേലും പിന്നെ പിള്ളേരുടെ അടുത്താണേലും ഒക്കെ നല്ലൊരു അക്സെപ്റ്റൻസ് അതുണ്ടായതുകൊണ്ട് എനിക്ക് ഈ പുസ്തകം എഴുതി തീർക്കാനായിട്ട് സാധിച്ചു, അവിടെ ആയതുകൊണ്ട്. ദീനസേവന സഭയിലുള്ള സഹോദരിമാരുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയുമാണ് സിസ്റ്റർ വന്ദനയുടെ സഭാ ശുശ്രൂഷകളിൽ കരുത്തു പകർന്നത്. പ്രതിസന്ധികളുടെ നടുവിലും ഒന്നിച്ചു നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയതുകൊണ്ടാണ് പ്രശ്നങ്ങളെ ദൈവഹിതാനുസരണം പരിഹരിക്കുവാൻ ഇവർക്കായത്. ഏകഹൃദയത്തോടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് സന്യാസ ജീവിതത്തിലെ ശുശ്രൂഷകളെ വിജയത്തിലെത്തിക്കുന്നത് എന്ന് ഈ സഹോദരിമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാൻ മടിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. ഈ തലമുറയോട് ഒരു ഉപദേശം എന്ന രീതിയിൽ മദറിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? മദർ ചെയ്തിരിക്കുന്നത് പാവപ്പെട്ടവരിൽ ഈ പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവരെ പോലെ ജീവിച്ച് അവർക്ക് വേണ്ടി അവരിൽ ഒരാളായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് മദർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പ് പോലും മദർ ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇനി മദറിന് വേണമെങ്കിൽ ജർമ്മനിയിൽ അവരുടെ ദാരിദ്ര്യം എന്താണെന്ന് കാണുന്നത് കേരളത്തിൽ വന്നിട്ടാണ്. ആ സ്കൂളിൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, സ്കൂൾ കോളേജായിട്ട് ഉയർത്തപ്പോൾ ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ കോട്ടയത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആ സമ്പൽ സമൃദ്ധിയിൽ വേണമെങ്കിൽ മദറിന് അവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ മദറിന് മനസ്സിൻ്റെ ഉള്ളിൽ ഈ പാവങ്ങളോടും കുഷ്ഠരോഗികളോടും ഒക്കെ ഒരു ആർദ്രഭാവമുണ്ടായിരുന്നു. കർത്താവിൻ്റെ ആർദ്ര സ്നേഹമാണ് പാവങ്ങളോട്, അതിന് അവശഗണത്തോട്, നിസ്സഹായരായിട്ടുള്ള അവശഗണത്തോട് ഉള്ള ഒരു കാരുണ്യം, അനുകമ്പ, അതാണ് മദറിനെ. അതാണല്ലോ ഈശോയും അവരിൽ അലിവ് തോന്നി, അവരിൽ അനുകമ്പ തോന്നി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ മദർ പീത്രയ്ക്കും ഇവിടെ വന്നു കണ്ട ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി എൻ്റെ പണമോ എൻ്റെ സാധനമോ അല്ല ആവശ്യം, എന്നെ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങോട്ട് വന്നു. ഉൾവിളി, രണ്ടാമത്തെ വിളിയാണ്, ദൈവവിളിയാണത്. ആ വിളി വന്നു കഴിഞ്ഞപ്പോൾ മദറിന് അവർക്ക് വേണ്ടി ഒരാളായി, അവർക്ക് വേണ്ടി മദർ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ, ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്, അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ എൻ്റെ ജഡം ഇവിടെ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ ഈ മണ്ണിൽ ലയിക്കണം എന്ന് പറഞ്ഞു. പണിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്, തിരിച്ചു വരികയില്ല എന്ന് വിചാരിച്ച്. അപ്പം അത്രയ്ക്കും ഒരലിവ് ഒരു വിദേശ മിഷണറിക്ക് സാധിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു ഉൾവിളി നമ്മുടെ ഈ തലമുറയിൽ കാണേണ്ടതല്ലേ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ സമയത്ത് സീരിയലായിരിക്കും, അതുപോലെ തന്നെ അത് വീട്ടിലെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ആരോടെങ്കിലും കോൺവെൻറ്റിൽ ചേരുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മകളേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മോനേ ഉള്ളൂ, ഒരു മോനും ഒരു മോളും ഒക്കെ എത്രയോ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തിക്കാനുള്ള കയ്യും കാലും കാതും എല്ലാം നാവും എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ വേണം ഇനി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ മിഷന് ഇവരുടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ലെസ് പ്രിവിലേജ് ആയിട്ടുള്ളവരിലെ സുവിശേഷം അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവർക്ക് സുവിശേഷത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തയ്യാറാവണം. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. മദർ പേത്രയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മദർ പേത്രയുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിന് കൊടുക്കാനായിട്ടുള്ള ഒരു സന്ദേശം. പാവപ്പെട്ടവർക്ക്, അവശഗണങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് പിന്നെ ദുഃഖിതരെ ആകുലരെ ആശ്വസിപ്പിച്ച് നടന്ന കർത്താവിന് സാക്ഷ്യം നൽകിയ അതേ സാക്ഷ്യം തന്നെയാണ് കൊടുക്കാനുള്ളത്. കുഞ്ഞുനാളിൽ തന്നെ ദൈവിക പ്രചോദനം ഉൾക്കൊണ്ട് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയും മദർ പേത്രയുടെ ജീവിത ചൈതന്യം ഉൾക്കൊണ്ട് പാവങ്ങളിൽ പാവങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്ത സിസ്റ്റർ വന്ദനയുടെ ജീവിതം
നമുക്കും കാരുണ്യത്തിൻ്റെ വഴികൾ തുറന്നു തരട്ടെ. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ച സിസ്റ്റർ വന്ദനയ്ക്ക് നന്ദി. മർത്തയെപ്പോലെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തന നിരതമാകുവാനും മറിയത്തെപ്പോലെ ഈശോയുടെ പാദത്തുങ്കിലിരുന്ന് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ എപ്പിസോഡ് കാരണമാകട്ടെ. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.